ഒരു ദിവസം നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാറുണ്ടോ? 2018 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങളെ ഉദ്ദേശിച്ച റാങ്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഹലോ, വെൽക്കം ടു റേസ് നീറ്റ് ചാനൽ. IF ആണ് റേസ് എന്ന്. സോ നമ്മളെ വരാൻ പോകുന്ന നീറ്റ് 2025 നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് ഒരു ദിവസം നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാറുണ്ടോ? അറ്റ്ലീസ്റ്റ് 2 സബ്ജക്റ്റ് എങ്കിലും. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് റാങ്ക് ഉറപ്പായിട്ടും നിങ്ങളെ ഉദ്ദേശിച്ച റാങ്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ അവിടൊക്കെ ഒരു പ്രശ്നം, നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. സോ അതിനുള്ള സൊല്യൂഷനുമായിട്ടാണ് റേസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. സോ എല്ലാ സബ്ജക്റ്റിലും നമ്മൾ ഒരു സൂപ്പർ 20 സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജി, നമുക്കറിയാം സുവോളജിയിലുള്ള ഹ്യൂമൻ ഫിസിയോളജി വെയിറ്റേജ് കൂടുതലാണ് അല്ലേ. നമുക്ക് ആ 6+1 ഫിസിയോളജി ചാപ്റ്റേഴ്സ് നിന്ന് ഏകദേശം 15 മുതൽ 18 ചോദ്യം നമുക്ക് അവിടെ നിന്ന് തന്നെ ചോദിക്കാറുണ്ട്. സോ ഓരോ ചാപ്റ്ററിൽ നിന്നും 2 ചോദ്യം 3 ചോദ്യം നമുക്ക് അവിടുന്ന് ചോദിക്കാറുണ്ട്. സോ ഹ്യൂമൻ ഫിസിയോളജിയിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. സോ അതിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ ഓരോ ചാപ്റ്റേഴ്സിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നിങ്ങൾ അവിടേക്ക് ശ്രദ്ധിക്കണം കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ യു ഗൈസ്. In which condition heart is unable to supply blood to body tissues sufficiently? നമുക്കറിയാം ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു കാർഡിയാക് സിസ്റ്റം, അവിടെ നമ്മൾ ഹാർട്ട് ഫെയിലറും ഹാർട്ട് അറ്റാക്കും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്ക് അത് മാറിപ്പോവലുണ്ട് അല്ലേ. എന്താണ് ആക്ച്വലി കാർഡിയാക് അറസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെന്താ? ഹാർട്ട് ബീറ്റ് നിലച്ചു പോവാ, സ്റ്റോപ്പ് ആവുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ കാർഡിയാക് അറസ്റ്റ് എന്ന് വിളിക്കുക. എന്താണ് ഹാർട്ട് ഫെയിലർ? ഫെയിലർ എന്ന് വെച്ചാൽ തോൽവി എന്നല്ല. എപ്പോഴാണ് ഹാർട്ട് തോറ്റു പോവുക? എപ്പോഴാണ് നമ്മൾ തോൽക്കല്? നമ്മൾ പഠിച്ച കാര്യം എക്സാമിന് നമുക്ക് അല്ലേ നല്ല രൂപത്തിൽ എഴുതാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തോൽക്കാറുണ്ട്. അപ്പൊ ഹാർട്ട് എപ്പോഴാണ് തോൽക്കുക? എന്താണ് ഹാർട്ട് ഫെയിലർ? ഹാർട്ട് ഫങ്ഷനിങ് ചെയ്യാതാവുമ്പോൾ. എന്താണ് ഹാർട്ടിന്റെ ഫംഗ്ഷൻ? മറ്റുള്ള അവയവങ്ങൾക്ക് ബ്ലഡ് എത്തിക്കുക. അപ്പൊ മറ്റുള്ള അവയവങ്ങൾക്ക് സഫീഷ്യന്റ് ആയിട്ട് ബ്ലഡ് എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഹാർട്ട് ഫെയിലർ? യെസ്. സോ ഇൻ വിച്ച് കണ്ടീഷൻ ഹാർട്ട് ഈസ് അണേബിൾ ടു സപ്ലൈ ബ്ലഡ്? ഹാർട്ട് തോറ്റു പോകുന്നു. അപ്പൊ അതിന്റെ ആൻസർ ഏതാന്ന് നമുക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ഹാർട്ട് ഫെയിലർ ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ. ഹാർട്ട് മസിൽസ് ഡാമേജ് ആവുന്നതിനെയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാം. ഹാർട്ട് മസിൽ ഡാമേജ് ആവുന്നതിനെയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാം അല്ലേ. എന്താണ് ആൻജൈന പെക്ടോറിസ്? നമ്മൾ പഠിച്ചതാണ്. അക്യൂട്ട് ചെസ്റ്റ് പെയിൻ എന്നല്ലേ പറയാം ആൻജൈന പെക്ടോറിസ് അല്ലെ. ഇനഫ് ഓക്സിജൻ സപ്ലൈ കുറയുന്നു, അപ്പൊ അക്യൂട്ട് ചെസ്റ്റ് പെയിൻ ഒക്കെ അവസ്ഥ, അതല്ലേ ആൻജൈന പെക്ടോറിസ് അല്ലെ. ഓരോ ഏജ് റിലേറ്റഡ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഹാർട്ട് തോറ്റു പോകുന്ന അവസ്ഥയാണ് അല്ലെ, ഹാർട്ടിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ദാറ്റ് ഈസ് ഹാർട്ട് ഫെയിലർ. സോ ഓപ്ഷൻ നമുക്ക് ഏത് കൊടുക്കാം? 2 കൊടുക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൂടെ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ. In the heart of man, bicuspid valve is situated between. പല കുട്ടികളും ട്രൈകസ്പിഡ് ബൈകസ്പിഡ് വാൾവ് ചോദിക്കുമ്പോൾ കൺഫ്യൂഷനാണ് അല്ലെ. അവിടെ നമുക്കൊരു ട്രിക്ക് അപ്ലൈ ചെയ്യാം. ഇതൊരു ഹ്യൂമൻ ഹാർട്ട് ആണെങ്കിൽ അല്ലെ, സപ്പോസ് ഇതൊരു ഹാർട്ട് ആണെങ്കിൽ നമുക്കറിയാം റൈറ്റ് സൈഡിലാണ് 3 കസ്പുള്ള വാൾവ്, ലെഫ്റ്റ് സൈഡിൽ 2 കസ്പുള്ള വാൾവാണ്. 3 കസ്പുള്ളതിനെ ട്രൈകസ്പിഡ് വാൾവ് എന്നും 2 കസ്പുള്ളതിനെ ബൈകസ്പിഡ് വാൾവ് അല്ലെങ്കിൽ മിട്രൽ വാൾവ് എന്നല്ലേ വിളിക്കുക. ഇതെങ്ങനെ മാറിപ്പോവാതിരിക്കാനുള്ള ഐഡിയ എന്താ? റൈറ്റ് ട്രൈ അല്ലേ, റൈറ്റ് ടി അല്ലേ. ദാറ്റ് ഈസ് റൈറ്റ് ട്രൈ എന്ന് ആലോചിച്ചാൽ മതി. ദാറ്റ് ഈസ് റൈറ്റ് സൈഡിൽ ട്രൈകസ്പിഡ് വാൾവ് ആണ്, ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ ബൈകസ്പിഡ് ഓർ മിട്രൽ വാൾവ് ആണ്. സോ എവിടെയാണ് ബൈകസ്പിഡ് വാൾവ് എന്നല്ലേ ചോദിച്ചത്? അത് ലെഫ്റ്റ് സൈഡിലാണ്. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലേ, ലെഫ്റ്റ് സൈഡിലാണ് വരിക. റൈറ്റ് അല്ല, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലെഫ്റ്റ് ഏട്രിയം ദാറ്റ് ഈസ് ലെഫ്റ്റ് ഓറിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. പിന്നെ സെമിലുണാർ വാൾവ് എവിടെയാ? അത് ഇവിടുന്ന് നമ്മളെ പൾമണറി ആർട്ടറി പോകുന്നുണ്ട് അല്ലേ. ദാറ്റ് ഈസ് റൈറ്റ് വെൻട്രിക്കിളിന്റെയും പൾമണറി ആർട്ടറിന്റെയും ഇടയിലാണ് സെമിലുണാർ വാൾവ് ഉണ്ടാവുക. അതുപോലെ ഇവിടെയും സെമിലുണാർ വാൾവ് ഇല്ലേ. ഇവിടെ നമ്മൾ അയോർട്ട അല്ലടാ പോകുന്നത്, അയോർട്ട അല്ലേ. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും അയോർട്ടന്റെയും ഇടയിൽ നമുക്ക് ആരെ കാണും? സെമിലുണാർ വാൾവ് അവിടെയും നമുക്ക് കാണുന്നുണ്ട്. സോ വാൾവിന്റെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോയിക്കൂടെ. യെസ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ കറക്റ്റ് എന്നുള്ളത് ആദ്യം മാർക്ക് ചെയ്ത് ശരിയായ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കണ്ടെത്തണ്ടേ. ദ ടി വേവ് ഇൻ ആൻ ECG റെപ്രസെന്റ് എക്സൈറ്റേഷൻ ഓഫ്. എന്താ എക്സൈറ്റേഷൻ? എക്സൈറ്റേഷൻ ഈസ് ഡീപോളറൈസേഷൻ, കോൺട്രാക്ഷൻ. വെൻട്രിക്കുലാർ കോൺട്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരാണ്? ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ QRS കോംപ്ലക്സ് അല്ലേ. ടി വേവ് ആണോ? ടി വേവ് റെപ്രസെന്റ് എക്സൈറ്റേഷൻ, ദാറ്റ് ഈസ് റിലാക്സേഷൻ, റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. നമുക്ക് ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ലേ കണ്ടെത്തേണ്ടത്. സോ എന്താണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്? ദ സം ഓഫ് പി ആൻഡ് ടി വേവ് ഇൻ എ ഗിവൺ ടൈം പീരീഡ് ക്യാൻ ഡിറ്റർമൈൻ ദ ഹാർട്ട് ബീറ്റ്. എടാ ഒരു ഹാർട്ട് ബീറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് QRSന്റെ എണ്ണ നമ്മൾ പഠിച്ചില്ല. QRS കോംപ്ലക്സ് അല്ലേ, പിയും ടിയും അല്ലല്ലോ. അതുകൊണ്ട് അതും തെറ്റാ.
എന്താണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്? ദ എൻഡ് ഓഫ് പി വേവ് മാർക്സ് എൻഡ് ഓഫ് ദി സിസ്റ്റോൾ. എടോ, എൻഡ് ഓഫ് ടി വേവ് റെപ്രസെന്റ് എൻഡ് ഓഫ് സിസ്റ്റോൾ ആണ്, പി വേവ് അല്ല. എൻഡ് ഓഫ് ടി വേവ് ആണ്. NCERT നമ്മൾ പഠിച്ചതല്ലേ, അതിൽ കൊടുത്തതല്ലേ. സോ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്, ടി വേവ് ആണ് വരേണ്ടത്. ഇന്ന് അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇൻ എ സ്റ്റാൻഡേർഡ് ECG എ പേഴ്സൺ ഈസ് കണക്റ്റഡ് ടു ദ മെഷീൻ വിത്ത് 3 ഇലക്ട്രിക്കൽ ലെഡ്സ്. അല്ലെ, സ്റ്റാൻഡേർഡ് ECGയിൽ നമുക്കറിയാം അല്ലെ, ഐന്തോവൻസ് ട്രയാങ്കിൾ, ദാറ്റ് ഈസ് റൈറ്റ് റിസ്റ്റിലും ലെഫ്റ്റ് റിസ്റ്റിലും അതുപോലെ ലെഫ്റ്റ് ആങ്കിളിലുമാണ് നമ്മൾ ഇലക്ട്രിക്കൽ ലെഡ് പ്ലേസ് ചെയ്യുക. ഐന്തോവൻസ് ട്രയാങ്കിൾ അതിനെ വിളിക്കുക. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കറക്റ്റ് അല്ലേ ചോദിച്ചേ? സ്റ്റാൻഡേർഡ് ECGയിൽ 3 ഇലക്ട്രിക്കൽ ലെഡ്സ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൂടെ? മാത്സ് ഓഫ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം നമ്മൾ നീറ്റ് എക്സാമിന് അസേർഷൻ സ്റ്റേറ്റ്മെന്റ് മാത്സ് ഓഫ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ബിക്കോസ് കഴിഞ്ഞ 4-5 വർഷത്തെ പേപ്പർ എടുത്താൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. സോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ. സോ മാത്സ് കോളംസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ. അഗെയിൻ റിലേറ്റഡ് ടു ഡിസോർഡേഴ്സ് ആണ്. ഹാർട്ട് ഫെയിലർ, ഹാർട്ട് എപ്പോഴാ തോറ്റുപോവാ നമ്മൾ പഠിച്ചതല്ലേ അല്ലേ? അതായത് മറ്റുള്ള ആൾക്കാർക്ക് ബ്ലഡ് എത്തിക്കാൻ പറ്റാത്ത അവസ്ഥ, ദാറ്റ് ഈസ് ഇൻഎഫിഷ്യന്റ് പമ്പിംഗ് ഓഫ് ബ്ലഡ്, ദാറ്റ് ഈസ് 3 കൊടുക്കുക. കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ആവുന്ന അവസ്ഥയ്ക്കല്ലേ കാർഡിയാക് അറസ്റ്റ് എന്ന് വിളിക്കുക. ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് മസിൽ ഡാമേജ് ആവുന്നു, ദാറ്റ് ഈസ് 2. 3-1-2 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? 3-1-2, ദാറ്റ് ഈസ് 3-1-2, ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ? സോ അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൂടെ? യെസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം പ്രസന്റ് ഇൻ ആർത്രോപോഡ് ആൻഡ് മൊളസ്ക്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം AC ഇട്ട് നമ്മൾ റൂം ക്ലോസ് ചെയ്യണം എന്നാ പറയുന്നത്. ദാറ്റ് ഈസ് അനലിഡ്സും കോഡേറ്റ്സും ആണ്. അനലിഡ്സും കോഡേറ്റ്സും ആണ് ക്ലോസ്ഡ്. ആർത്രോപോഡും മൊളസ്കും ഒക്കെ എന്താണ്? AM. ഓഫീസ് ഓർക്കുന്ന സമയമാണ് AM. ദാറ്റ് ഈസ് ആർത്രോപോഡും മൊളസ്കും ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്, ക്ലോസ്ഡ് അല്ല. അത് തെറ്റാണ്. നമുക്ക് ശരിയാ അല്ലെ? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നല്ലേ ചോദിച്ചത്. അപ്പൊ തെറ്റാണ്. അനലിഡ്സ് ആൻഡ് കോഡേറ്റ്സ് എന്താണ്? ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം. ശരിയാണ്. യെസ്. ഫിഷസിന് 2 ചേംബേർഡ് ഹാർട്ട്, സിംഗിൾ സർക്കുലേഷൻ. ശരിയാണല്ലോ, ഒരു ഏട്രിയം ഒരു വെൻട്രിക്കിൾ അല്ലെ. ആംഫീബിയൻസും റെപ്റ്റൈൽസ് എക്സെപ്റ്റ് ക്രൊക്കഡൈൽ 3 ചേംബേർഡ് ഹാർട്ട്. ക്രൊക്കഡൈലിനും ബേർഡ്സിനും മാമൽസിനും 4 ചേംബേർഡ് ഹാർട്ട്. ശരിയാണ്. സോ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്? ഇൻകറക്റ്റ്. ഓൺലി എ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൂടെ ഗൈസ്? എന്താണ്? സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. SA നോഡ് ഈസ് കോൾഡ് പേസ് മേക്കർ. ശരിയല്ലേ അല്ലെ? റൈറ്റ് ഏട്രിയത്തിന്റെ റൈറ്റ് അപ്പർ കോർണറിൽ കാണപ്പെടുന്ന അല്ലെ, ഹാർട്ടിന്റെ ഇനീഷ്യൽ കോൺട്രാക്ഷന് സഹായിക്കുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്ന ആള് അല്ലെ. ബ്രെയിൻ്റെ ആവശ്യമില്ലല്ലോ, നെർവ് സ്റ്റിമുൽ അല്ലെ, നെർവിന്റെ ഇമ്പൾസിന് അവിടേക്ക് എത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മയോജനിക് അല്ലേ ഹാർട്ട്. SA നോഡ് പേസ് മേക്കർ. ശരിയാണ്. SA നോഡ് ഈസ് റെസ്പോൺസിബിൾ ഓഫ് ഇനീഷ്യേറ്റിംഗ് എ പേസ് മേക്കർ മെയിൻറ്റെയിൻ ദ റിതം കോൺട്രാക്റ്റൈൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് അല്ലെ. ഇനീഷ്യേറ്റ് ചെയ്യുന്ന അയാളല്ലേ. 2 സ്റ്റേറ്റ്മെന്റും എന്താ? കറക്റ്റ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ കൊടുക്കാം? That is option 1 is the right answer. അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൂടാ? യെസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ് കോസ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്? RH ഇൻകോമ്പാറ്റിബിലിറ്റി നമ്മൾ പഠിച്ചതാണ് അല്ലെ. അത് അമ്മ RH നെഗറ്റീവും അല്ലെ, ആദ്യം ജനിക്കുന്ന കുഞ്ഞ് RH പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പം അല്ലെ മിക്സപ്പ് വന്നു കഴിഞ്ഞാൽ അമ്മയിൽ RH ആന്റിബോഡി ഡെവലപ്പ് ആവും. രണ്ടാമത്തെ കുഞ്ഞിലേക്ക് ഈ RH ആന്റിബോഡി എന്ത് ചെയ്യും? ക്രോസ് ചെയ്യും. ബിക്കോസ് RH ആന്റിബോഡി IgGന്റെ സബ് ടൈപ്പ് ആന്റിബോഡി ആണ്. പ്ലാസന്റ ക്രോസ് ചെയ്യുന്ന ആന്റിബോഡി RH ആന്റിബോഡി രണ്ടാമത്തെ കുഞ്ഞിന്റെ RBCനെ അറ്റാക്ക് ചെയ്യും. അങ്ങ് അനീമിക് ആവും. അങ്ങനെ സിവിയർ ജോണ്ടിസ് വരും. ദാറ്റ് ഈസ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. മദർ ഈസ് RH നെഗറ്റീവ് ആൻഡ് ഫീറ്റസ് ഈസ് RH പോസിറ്റീവ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. എന്താ അതിനുള്ള പരിഹാരം? ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് ഫസ്റ്റ് ചൈൽഡ് അല്ലെ, ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ആന്റി ഡി വാക്സിനേഷൻ, ദാറ്റ് ഈസ് നമ്മൾ NCERT കൊടുത്തു. ആന്റി RH ആന്റിബോഡി അഡ്മിനിസ്റ്റർ ചെയ്യുക. ശരിക്കും അത് വിത്തിൻ 72 hours ഒക്കെയാണ് പറയാ. പക്ഷെ നമുക്ക് അങ്ങനെ സമയമൊന്നും കൊടുത്തിട്ടില്ല. ആന്റി RH ആന്റിബോഡി അഡ്മിനിസ്ട്രേഷൻ ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് അല്ലെ ഫസ്റ്റ് ചൈൽഡ് ആണ് NCERT കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ പറയാം ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൂടെ? എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെ, നമുക്കറിയാം 2018 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലെ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളെ പേപ്പറിൽ ചിലത് കാണാറുണ്ട്. അപ്പോൾ 2018 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സോ ട്രൈകസ്പിഡ് വാൾവ്, മാത്സ് ഓഫ് ഫോളോയിങ് ക്വസ്റ്റ്യൻ. ട്രൈകസ്പിഡ്, റൈറ്റ് ട്രൈ ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ അല്ലെ. റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. സോ 3 വരും. ബൈകസ്പിഡ് അപ്പം ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ 1 വരും. സെമിലുണാർ വാൾവ് ബിറ്റ്വീൻ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് പൾമണറി ആർട്ടറി. അവിടെ മാത്രമല്ല, റൈറ്റ് വെൻട്രിക്കിൾ പൾമണറി ആർട്ടറിയിൽ മാത്രമല്ല, ലെഫ്റ്റ് വെൻട്രിക്കിൾ അയോർട്ടന്റെ ഇടയിലും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 കൊടുക്കാം. സോ 3-1-2 3-1-2 അല്ലേ. ട്രൈകസ്പിഡ് ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ 3 വരും.
ബൈക്കസ്പിഡ് ഏത് വരും? 1 വരും, 1 വരും. ദാറ്റ് ഈസ് 3 1 2. 3 1 2 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. സോ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ആക്കി നമുക്ക് എടുക്കേണ്ടി വരും അല്ലേ. 3 1 2 എന്നിട്ട് ഇത് ഓപ്ഷൻ കൊടുക്കുക. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? സോ അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൂടാ. Match the items given in column 1 with those in column and select the correct option given. Again match the following. Fibrinogen blood clotting factor അല്ലേ? ഇനാക്റ്റീവ് ഫോമിൽ പ്ലാസ്മയിൽ കാണപ്പെടുന്നു അല്ലേ? ഫൈബ്രിനോജൻ പ്ലാസ്മ പ്രോട്ടീൻസിനും എക്സാമ്പിൾ ആണ് ഫൈബ്രിനോജൻ. It helps in blood clotting, blood coagulation, that is 2. Globulin, immunoglobulin, antibody defense mechanism, immunity. 3 കൊടുക്കുക അല്ലേ? Albumin, osmotic balance, water electrolyte balance, osmotic balance, that is 1. ഇതൊക്കെ പ്ലാസ്മയിലുള്ള പ്രോട്ടീൻസ് അല്ലേ? 2 3 1 2 3 1. That is option 4 is the right answer. അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൂടാ. യെസ്, നീറ്റ് 2019 ചോദിച്ചതാണ്. ഒരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട് വുഡ് ബി ദ ഹാർട്ട് റേറ്റ് ഓഫ് പേഴ്സൺ ഇഫ് ദ കാർഡിയാക് ഔട്ട്പുട്ട് കേട്ടോ, കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് 5 ലിറ്റർ. അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് 5 ലിറ്റർ, ദാറ്റ് ഈസ് 5000 ml ആണ് തന്നിട്ടുണ്ട്. Blood volume in the ventricle at the end of diastole is 100 ml and at the end of ventricular systole it is 50 ml. സോ നമുക്ക് ആകെ അറിയുന്ന ഇക്വേഷൻ എന്താ? കാർഡിയാക് ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ഹാർട്ട് റേറ്റ് എന്നല്ലേ. അപ്പോൾ ഇവിടെ ഹാർട്ട് റേറ്റ് ആണ് ചോദിച്ചത്. സോ ഹാർട്ട് റേറ്റ് ഇസ് ഈക്വൽ ടു കാർഡിയാക് ഔട്ട്പുട്ട് ബൈ സ്ട്രോക്ക് വോളിയം. കാർഡിയാക് ഔട്ട്പുട്ട് 5000 ആണ്. സ്ട്രോക്ക് വോളിയം എങ്ങനെയാ കിട്ടുക? അത് വോളിയം ഓഫ് ഏത് മൈനസ് ചെയ്താൽ മതി? എൻഡ് ഓഫ് ഡയസ്റ്റോൾ, വെൻട്രിക്കുലർ ഡയസ്റ്റോൾ മൈനസ് സിസ്റ്റോൾ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 100 മൈനസ് 50. അപ്പോൾ എത്ര കിട്ടും? 5000 ഡിവൈഡഡ് ബൈ 50 എന്ന് കിട്ടൂലേ. അപ്പോൾ അത് കട്ട് ചെയ്താൽ 100 ബീറ്റ്സ് പെർ മിനിറ്റ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലടാ? സോ അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൂടെ. യെസ്, എഗെയിൻ മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. 2019 ചോദിച്ചതാണ്. പി വേവ് റെപ്രസെന്റ്. എന്താണ് പി വേവ് റെപ്രസെന്റ്? ഏട്രിയൽ ഡീപോളറൈസേഷൻ. ഏട്രിയം ചുരുങ്ങുന്ന സാധനം ഗ്രാഫിൽ കാണിക്കുന്നതല്ലേ അല്ലേ? പി വേവ്. പിന്നെ QRSO വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. പിന്നെ ടി വേവോ? പിന്നെ ടി വേവ് എന്താ? ടി വേവ് റെപ്രസെന്റ് റീപോളറൈസേഷൻ ഓഫ് അഗൈൻ വെൻട്രിക്കിൾ അല്ലേ? ഏട്രിയൽ റിലാക്സേഷൻ ഗ്രാഫിൽ കാണുമല്ലോ. ആ സമയത്താണ് വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ നടക്കുന്നത്, റീപോളറൈസേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഗ്രാഫിൽ ഏട്രിയൽ റീപോളറൈസേഷൻ കാണൂല കേട്ടോ. സോ പി വേവ് റെപ്രസെന്റ് ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ. 4 QRS കോംപ്ലക്സ് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. ടി വേവ് റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. റിഡക്ഷൻ ഇൻ സൈസ് ഓഫ് ടി വേവ് എന്ന് വെച്ചാൽ എന്താ? അസുഖം ഇരിക്കില്ല. ടി വേവിന്റെ സൈസ് കുറയാന്ന് വെച്ചാൽ എന്തോ അസുഖം ഉണ്ടെന്നല്ലേ. ദാറ്റ് ഈസ് കൊറോണറി ഇസ്കീമിയ. ഇസ്കീമിക് എന്ന് വെച്ചാൽ എന്താ? ടിഷ്യൂസ് ഡെത്ത് ആവുന്ന അവസ്ഥ. ദാറ്റ് ഈസ് കൊറോണറി ഇസ്കീമിയ അല്ലേ? ഒരു ഡിസോർഡർ ആയിരിക്കുന്ന അല്ലേ? നമുക്കിവിടെ ലോജിക്കായിട്ട് പറയാം. ആ ഒരു ഗ്രാഫിൽ ചേഞ്ച് വന്നാൽ ഇനി ഹാർട്ട് റിലേറ്റഡ് ഡിസോർഡർ ആണെന്നത്. സോ 4 1 2 3 എന്ന് വരും. 4 1 2 3. അപ്പോൾ ഏത് ഓപ്ഷൻ കൊടുക്കുക? 4 1 2 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതാടാ? ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൂടെ. യെസ്, നീറ്റ് 2020 ചോദിച്ചതാണ്. മാത്സ് ഫോളോയിങ് ആണ്. ഇസനോഫിൽ. എന്താണ് ഇസനോഫിൽ? ഇസനോഫിൽ അലർജിക് റിലേറ്റഡ് അല്ലേ? അലർജിക് റിലേറ്റഡ് അല്ലേ? അപ്പൊ നമുക്ക് ഏത് പറയാം? അലർജിക് റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഏത് പറയാം? എന്തായാലും ഹിസ്റ്റമൈൻ നോക്കിക്കേ. ബേസോഫിലും നമ്മൾ പഠിച്ചതല്ലേ? ബേസോഫിൽ സെക്രീറ്റ് ഹിസ്റ്റമൈൻ, സെറോട്ടോണൈൻ, ഹെപ്പാരിൻ ആൻഡ് ഓൾസോ ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ എന്ന് പഠിച്ചു. എന്താ ന്യൂട്രോഫിലിന്റെ ഫംഗ്ഷൻ? എമ്മും എന്നും മോണോസൈറ്റും ന്യൂട്രോഫിലും എമ്മും എന്നും അടുത്തടുത്ത ലെറ്റേഴ്സിൽ ഒരേ ഫംഗ്ഷൻ ആണ്. അവർ ഫോറിൻ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യും. ഫാഗോസൈറ്റോസിസ് വരും. ശരിയല്ലേ? അതുപോലെ ലിംഫോസൈറ്റ് ഇമ്മ്യൂണിറ്റി അല്ലേ? ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും ഇമ്മ്യൂണിറ്റി അല്ലേ? അപ്പൊ നമുക്ക് ആൻസർ പറഞ്ഞൂടെ? നമ്മളെ ആൻസർ ഏതാണ് വരിക? ഏതാണ് നമ്മളെ ആൻസർ വരിക? അപ്പൊ നമുക്ക് പറയാം ഈസനോഫിൽ റിലീസ് ഹിസ്റ്റമിനേസ്, ദാറ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ് എൻസൈംസ്. ഇറ്റ് റിലീസ് ഹിസ്റ്റമിനേസ് അല്ലെ? അലർജിക് റിയാക്ഷന്റെ സമയത്താണ്. ദാറ്റ് ഈസ് 3. Basophil secrete histamine അല്ലേ? Basophil release granules containing histamine, serotonin, etc. That is 4. Neutrophil phagocytosis 2. Lymphocyte immune response 1 3 4 2 1 3 4 2 1. That is option 4 is the right answer. Okay അല്ലടാ? അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൂടെ. Yes. Which of the following is associated with the decrease in cardiac output? നമുക്കറിയാം നമ്മളെ ഹാർട്ടിന്റെ റെഗുലേഷൻ അല്ലെ? ഹാർട്ട് മയോജനിക് ആണ്. പക്ഷെ ഹാർട്ട് റേറ്റ് കൂടിയാൽ കുറയ്ക്കാനും കുറഞ്ഞാൽ നോർമലിലേക്ക് കൂട്ടാനൊക്കെ ആര് വേണം? ഓട്ടോണോമസ് ന്യൂറൽ സിസ്റ്റം ഉണ്ട്. സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക് ഹാർട്ടിനെ കോൺട്രാക്ട് ചെയ്യും അല്ലേ? അപ്പൊ ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടുന്നു, കാർഡിയാക് ഔട്ട്പുട്ട് കൂടുന്നു. പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഹാർട്ടിനെ റിലാക്സ് ചെയ്യിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഹാർട്ട് ബീറ്റ് റേറ്റ് കുറയുന്നു. അവർ വീണ്ടും കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നു.
ശരിയല്ലേ? സോ ഡിക്രീസ് ചെയ്യുന്നത് പാരാസിംപത്തറ്റിക് ന്യൂറൽസ് ആയിരിക്കൂലേ? ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ന്യൂമോടാക്സിക് സപ്പോർട്ടിംഗ് സെന്റർ ഫോർ റെസ്പിറേഷൻ അല്ലേ പഠിച്ചേ? അഡ്രിനൽ മെഡുലറി ഹോർമോൺസ്, അഡ്രിനാലിൻ ആക്ഷൻ എന്താ? കോൺട്രാക്ഷൻ ആണ്. ഹാർട്ട് ബീറ്റ് റേറ്റ് കൂട്ടുന്ന ആൾക്കാരാണ്, സിമ്പത്തറ്റിക്കും കൂട്ടുന്ന ആൾക്കാരാണ്. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൂടെ? The QRS complex in a standard ECG represent. QRS represent depolarization of ventricle, ventricular contraction, that is depolarization of the ventricle. Option 2 is the right answer. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളല്ലേ? സോ അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൂടെ? നീറ്റ് 2021 ചോദിച്ചതാണ്, which enzyme is responsible for the conversion of inactive fibrinogen into fibrin? നമുക്കറിയാം, ഒരു ട്രോമ പറ്റിക്കഴിഞ്ഞാൽ ടിഷ്യൂ സൈറ്റിൽ നിന്ന് ടിഷ്യൂ ഫാക്ടറും പ്ലേറ്റ്ലെറ്റ് സൈറ്റിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് ഫാക്ടറും റിലീസ് ചെയ്യും. അങ്ങനെ ഈ രണ്ട് ഫാക്ടേഴ്സും കൂടിയും കാസ്കേഡ് പ്രോസസ്സിന് വിധേയമായിട്ട് ത്രോംബോകൈനേസ് പറഞ്ഞ എൻസൈമിനെ സെക്രീറ്റ് ചെയ്യും. കാൽഷ്യത്തിന്റെ പ്രസൻസിൽ ഇവര് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ആ ത്രോംബിൻ എന്ന് പറഞ്ഞ അല്ലെ, ത്രോംബിൻ എന്താണ്? പ്രോത്രോംബിൻ ഒരു ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ്, ഒരു പ്രോട്ടിയേസ്, ഒരു എൻസൈമുമാണ്. ആ ത്രോംബിൻ ഒരു എൻസൈമുമാണ്. ഈ ത്രോംബിന്റെ പരിപാടി എന്താ? ഉറങ്ങിക്കിടക്കുന്ന ഫൈബ്രിനോജനെ എന്താക്കി മാറ്റുന്നു? ത്രോംബിൻ ഫൈബ്രിൻ ത്രെഡ് ആക്കി മാറ്റുന്നു വിത്ത് പ്രസൻസ് ഓഫ് കാൽഷ്യം അയോൺ. ഫൈബ്രിൻ ത്രെഡ് പ്ലസ് അവിടേക്ക് ഡെഡ് സെല്ലൊക്കെ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് വെക്കാം മെഷ് ലൈക്ക് സ്ട്രക്ചറിലേക്ക്. ശരിയല്ലേ? അപ്പൊ ഫൈബ്രിനോജനെ ഫൈബ്രിൻ ആക്കി മാറ്റുന്നത് ത്രോംബിൻ ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് ചോദിച്ചിട്ടുള്ളത്? ഇൻക്രീസ്ഡ് വെൻട്രിക്കുലാർ പ്രഷർ. വെൻട്രിക്കുലാർ പ്രഷർ അല്ലെ, വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സെമിലുനാർ വാൾവ് ഓപ്പൺ ആയിട്ട് ലങ്സിലേക്കും ബ്ലഡ് പോകും, മറ്റു ബോഡി പാർട്സിലേക്കും പോകും. ശരിയല്ലേ? ക്ലോസ് അല്ല, സെമിലുനാർ ഓപ്പൺ ആണ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ദ AV നോഡ് ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ആദ്യം ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്ന ആളാരാ? പേസ് മേക്കർ. SA നോഡല്ലേ, AV നോഡല്ല. ട്രൈകസ്പിഡ് ബൈപാസ് ഓപ്പൺ ഡ്യൂ ടു പ്രഷർ എക്സൈറ്റഡ് ബൈ സൈമൾട്ടേനിയസ് കോൺട്രാക്ഷൻ ഓഫ് ഏട്രിയ. എടോ, ഏട്രിയ കോൺട്രാക്ട് ചെയ്യുമ്പോഴല്ല രണ്ട് വാൾവ് ഓപ്പൺ. ജോയിന്റ് ഡയസ്റ്റോളിന്റെ സമയത്തേ ഓപ്പൺ ആണ്. ജോയിന്റ് ഡയസ്റ്റോളിൽ എല്ലാവരും റിലാക്സ് ആയിരിക്കുന്ന സമയത്തെ രണ്ട് വാൾവ് ഓപ്പൺ ആയിട്ട് 70% ബ്ലഡ് വെൻട്രിക്കിൾ ഫിൽ ചെയ്തിട്ടുണ്ടാവും. ഏട്രിയം കോൺട്രാക്ട് ചെയ്യുമ്പോൾ ബാക്കി 30% കൂടി വരുന്നതാ. ഓക്കെ, സോ ഓൾറെഡി ഓപ്പൺ ആയിരിക്കും. ബ്ലഡ് മൂവ്സ് ഫ്രീലി ഫ്രം ഏട്രിയം ടു വെൻട്രിക്കിൾ ഡ്യൂറിംഗ് ജോയിന്റ് ഡയസ്റ്റോൾ. 70% അവിടെ ഫിൽ ചെയ്യുന്ന വെൻട്രിക്കിൾ ജോയിന്റ് ഡയസ്റ്റോളിന്റെ സമയത്ത് അത് ഓപ്പൺ ആ വാൾവ് ജോയിന്റ് ഡയസ്റ്റോളിന്റെ സമയത്ത്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നീറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ നെക്സ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1, കൊയാഗുലം ഈസ് ഫോംഡ്. കൊയാഗുലം മീൻസ് വാട്ട്? ക്ലോട്ട്, കട്ട അല്ലേ, ക്ലോട്ട്. ത്രെഡ് കോൾഡ് ത്രോംബിൻ ആണ്. ഫൈബ്രിൻ ത്രെഡ് അല്ലേ, ഫൈബ്രിൻ ത്രെഡ് അല്ലേ ക്ലോട്ട്, ഫൈബ്രിൻ ത്രെഡ് അല്ലേ, ത്രോംബിൻ അല്ല. അപ്പൊ തെറ്റാ. സ്പ്ലീൻ ഈസ് ഗ്രേവ്യാർഡ് ഓഫ് എറിത്രോസൈറ്റ്, ദാറ്റ് ഈസ് RBC. ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൂടെ? യെസ്. Which of the following statements are correct? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് കേട്ടോ. ബേസോഫിൽ ആർ മോസ്റ്റ് അബണ്ടന്റ് സെൽ ഓഫ് ടോട്ടൽ. WBC ഏറ്റവും ലീസ്റ്റ് അല്ലേ ബേസോഫിൽ? 0.5 to 1% അല്ലേ ഉള്ളൂ. അബണ്ടന്റ് ന്യൂട്രോഫിൽ ആണ് 60 to 65%. അതുകൊണ്ട് ഇത് സെറ്റാ. ബേസോഫിൽ സെക്രീറ്റ് ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ ആൻഡ് ഹെപ്പാരിൻ. ശരിയാണ്. കെമിക്കൽ ആൻഡ് ഓൾസോ ആന്റി ഇൻഫ്ലമേറ്ററി. ബേസോഫിൽ ആർ ഇൻവോൾവ് ഇൻ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ശരിയാണ്. NCERT സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ബേസ് അല്ലെ, കിഡ്നി ഷേപ്പ് ന്യൂക്ലിയസ് ഉള്ളത് മോണോസൈറ്റിനല്ലേ, ബേസോഫിലിനല്ലല്ലോ. മോണോസൈറ്റിനല്ലേ കിഡ്നി ഷേപ്പ് ന്യൂക്ലിയസ് ഉള്ളത്. ബേസോഫിൽ അഗ്രാനുലോസൈറ്റ് ആണോ? ബേസോഫിൽ ഗ്രാനുലോസൈറ്റ് അല്ലേ. എല്ലാ ലാസ്റ്റ് ഫില്ല് ചെയ്യുന്ന ഒരു ഗ്രാനുലോസൈറ്റാ. ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ എല്ലാ ഫില്ലുകളും ഗ്രാനുലോസൈറ്റ് ആണ്. എല്ലാ സൈറ്റുകൾ, ദാറ്റ് ഈസ് മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ്, എല്ലാ സൈറ്റുകളും അഗ്രാനുലോസൈറ്റ് ആണ്. സോ ശരിയായ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു, ബിയും സിയും മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ എക്സാമിന് നമുക്ക് സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലുമായിട്ട് ഈ ചാപ്റ്ററിന് 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സോ ഫോളോയിങ് ആർ ദ സ്റ്റേജസ് ഓഫ് പാത്വേ ഫോർ കണ്ടക്ഷൻ ഓഫ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ത്രൂ ദ ഹാർട്ട്. നമുക്ക് അറേഞ്ച് ചെയ്യണം അല്ലേ, ചൂസ് എ കറക്റ്റ് സീക്വൻസ്. ആദ്യം SA നോഡല്ലേ, പിന്നെ AV നോഡല്ലേ, E വരും, പിന്നെ AV നോഡല്ലടാ C, പിന്നെ AV ബണ്ടിലാണ്. AV ബണ്ടിൽ A വരും അല്ലേ, അത് ബണ്ടിൽ ബ്രാഞ്ച് ആയിട്ട് മാറുന്നില്ലേ. റൈറ്റ് AV ബണ്ടിൽ ആൻഡ് ലെഫ്റ്റ് AV ബണ്ടിൽ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിന്റെ ടോപ്പ് നിന്ന് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ബണ്ടിൽ ബ്രാഞ്ചസ്. പിന്നെ പർക്കിൻജി ഫൈബേഴ്സിലേക്ക് പോകുന്നു വെൻട്രിക്കിളുടെ വാൾഡ് എലോങ്. ദാറ്റ് ഈസ് B. ECADB. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ECADB. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലടാ? അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇന്നത്തെ ഈ സെഷനിലെ ലാസ്റ്റ് ചോദ്യമാണ്. കഴിഞ്ഞ വർഷത്തെ ഈ ചാപ്റ്ററിലുള്ള രണ്ടാമത്തെ ചോദ്യം മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എഗെയിൻ ഫ്രം ECG. സോ ECG റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് അല്ലേ. P വേവ് റെപ്രസെന്റ്. എന്താണ് P വേവ്?
P wave represent depolarization of atria, atrial contraction, that is 3. QRS complex, ventricular depolarization, that is 2. T wave represent repolarization of ventricle, 4. TP gap എന്ന് പറയുമ്പോൾ എന്താണ്? T മുതൽ അടുത്ത വേവ് ഉള്ളത് ഒരു ഡയസ്റ്റോളിന്റെ സമയമാണ്. ദാറ്റ് ഈസ് ഇലക്ട്രിക്കലി സൈലന്റ് ആയിരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ? ദാറ്റ് ഈസ് 1. 3 2 4 1. 3 2 4 1. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 is the right answer. സോ ഇതുപോലെ നമുക്ക് അടുത്ത സെഷനിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. സോ അതുവരെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ ദിവസവും നിങ്ങൾ ഒരുപാട് സമയം പഠിക്കുന്നതിലല്ല, കുറച്ച് സമയമാണെങ്കിലും ആ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ റിവിഷൻ ചെയ്യുന്നതിലാണ് കാര്യം. സോ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.